കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും വാഗ്മിയും ആത്മീയ നേതാവുമായിരുന്നു വാഗ്ദാനന്ദൻ. 1885 മുതൽ 1939 വരെ ഉത്തര മലബാറിലെ അനാചാരങ്ങൾക്കും ജാതിവ്യവസ്ഥയ്ക്കുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം ആത്മവിദ്യാസംഘം രൂപീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചു. വാഗ്ദാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ, പലപ്പോഴും വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നും അറിയപ്പെടുന്നു. സംസ്കൃത പാണ്ഡിത്യവും പ്രസംഗ വൈദഗ്ധ്യവും കണക്കിലെടുത്ത് ബ്രഹ്മശ്രീ ശിവയോഗികളാണ് അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. വാഗ്ദാനന്ദൻ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം 1917 ആണ് വാഗ്ദാനന്ദൻ സ്ഥാപിച്ച പ്രധാന സംഘടന. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ജാതിവ്യവസ്ഥ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ആത്മീയവും സാമൂഹികവുമായ ഉന്നമനത്തിനുമായാണ് അദ്ദേഹം ഈ സംഘടന രൂപീകരിച്ചത്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നതായിരുന്നു ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന മുദ്രാവാക്യം. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനായി വാഗ്ദാനന്ദന്റെ നേതൃത്വത്തിൽ ആത്മവിദ്യാ കാഹളം എന്ന വാരിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1929 വാഗ്ഭടാനന്ദന്റെ സംസ്കൃത സ്കൂൾ 1906. വാഗ്ദാനന്ദൻ തന്റെ 21-ാം വയസ്സിൽ 1906 കോഴിക്കോട് ജില്ലയിലെ കരാപ്പറമ്പിൽ ആരംഭിച്ച സംസ്കൃത പാഠശാലയുടെ പേര് തത്വപ്രകാശിക ആശ്രമം, തത്വപ്രകാശിക സ്കൂൾ എന്നായിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നും ഉത്തര മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നും അറിയപ്പെടുന്നത് വാഗ്ദാനന്ദനാണ്. അഭിനവ കേരളം പത്രം 1921 വാഗ്ദാനന്ദൻ ആരംഭിച്ച പത്രമാണിത്. ആത്മവിദ്യാസംഘത്തിന്റെ ഔദ്യോഗിക മുഖപത്രമായി പ്രവർത്തിച്ചു. ആത്മവിദ്യാ കാഹളം മാസിക 1929 ആത്മവിദ്യാസംഘത്തിന്റെ ആശയപ്രചാരണത്തിനായി വാഗ്ദാനന്ദന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസിക. യജമാനൻ മാസിക ആത്മവിദ്യാസംഘത്തിന്റെ തളിപ്പറമ്പ് ശാഖയിൽ നിന്നും 1939 പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയാണിത്. സംഘത്തിന്റെ പ്രധാന രക്ഷാധികാരിയായിരുന്ന കല്യാട്ട് ചാത്തുകുട്ടി നമ്പ്യാരോടുള്ള കല്യാട്ട് യജമാനൻ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയത്. ശിവയോഗി വിലാസം എന്ന മാസിക 1914 കോഴിക്കോട്ടുനിന്ന് വാഗ്ദാനന്ദൻ തന്നെയാണ് ആരംഭിച്ചതെങ്കിലും അത് അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.